Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. മഴയൊക്കെ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ടോ? Yes, ma'am. അല്ലേ? നല്ല മഴയാണ്. നല്ല മഴയാണ് അല്ലേ? എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ആരാണ്? ഞാനാണ് മാം. Dear God, we thank you for this new day and for the gift of learning. We ask for your guidance as we begin this class. Please help us to focus our minds, to understand the lessons, and to work together with kindness and respect. May we learn and grow today, and may we honor you in all that we do. Amen. Okay, sign in. ഞാനാണ് മിസ്. A very good morning to everyone. I am glad to see we all together here. Thank you for all for joining here today at this new session. I would like to extend a warm welcome to our respected Ashwari ma'am who have joined here. I hope this day turns out to be as amazing as it started. Thank you, ma'am. Okay. തൊട്ട് പറഞ്ഞോളൂ. All our dreams can come true if we have the courage to pursue. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഡെഡിക്കേഷനും എഫേർട്ടിനും അനുസരിച്ചിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും പിന്തുടരാൻ ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുമെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ഡിഫൻസ് മെക്കാനിസം ആണ് എടുക്കാൻ പോകുന്നത്. തുടങ്ങിയില്ലല്ലോ, ചാപ്റ്റർ തുടങ്ങിയായിരുന്നോ? ഇല്ല മിസ്, തുടങ്ങിയിട്ടില്ല അല്ലെ? അപ്പൊ നിങ്ങൾ ആദ്യം ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ആ ഒരു പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ റീഡ് ചെയ്യുക. നന്നായിട്ട് മനസ്സിരുത്തി വായിക്കുക കേട്ടോ. എന്താണ് മനസ്സിലാവുന്നതെന്ന് ഒന്ന് ഷെയർ ചെയ്യാം. പേജ് നമ്പർ ഒന്ന് ആരെങ്കിലും പറയാമോ? പേജ് നമ്പർ എത്രയാണ്? 73. 73 ആണ് കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. ഇപ്പൊ വായിച്ചായിരുന്നോ? വായിച്ചു മിസ്. എന്താ മനസ്സിലായത് ദീപേ വായിച്ചു കഴിഞ്ഞപ്പോ? മിസ് വായിക്കാൻ പറഞ്ഞേക്കുവാണോ? ആ, വായിക്കാൻ പറഞ്ഞേക്കുവാണോ? അയ്യോ, ഞാൻ പറയുമായിരുന്നു മിസ്. ഞാൻ വായിക്കാനല്ല, വായിച്ചു കഴിഞ്ഞപ്പോ എന്താ മനസ്സിലായതെന്നാ ചോദിച്ചത്. അയ്യോ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് മനസ്സിലായത് ഒരു മനുഷ്യന്റെ സാഹചര്യങ്ങളെ
സാഹചര്യം അല്ലെ മനുഷ്യന്റെ ആ ഒരു മുന്നോട്ടുള്ള യാത്രയെ ഒരു വികാസത്തെ പലപ്പോഴും സംഘർഷങ്ങളും മനുഷ്യന്റെ ആ ഒരു മെന്റൽ ഇമോഷണൽ ഒരു വൈകാരികമായ ഒരു സമ്മർദ്ദവും എല്ലാം മൂലം മനുഷ്യന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്, ഒരു നിരാശയും കാരണങ്ങളും ഒക്കെ. പക്ഷെ അത് തന്നെ ഒരു ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവും ആ മനുഷ്യന് തന്നെ ഉണ്ട്, മനുഷ്യന് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് സ്വയം സംരക്ഷിക്കാനുള്ള ഒരു കഴിവുണ്ട് മനുഷ്യന്. അതാണ് മനുഷ്യന്റെ ഒരു പ്രത്യേകത. എന്ത് കാര്യങ്ങൾ വന്നാലും അവനവനെ സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും മനുഷ്യന് ഉണ്ട്. പിന്നെ ഉള്ളത് ഈ ഇടയ്ക്കിടെ മനുഷ്യന് സംഭവിക്കുന്ന ആ ഒരു സംഘർഷങ്ങളും നിരാശയും അങ്ങനെയൊക്കെയുള്ള ഓരോ അനുഭവങ്ങൾ, കടുത്ത അനുഭവങ്ങൾ നമ്മൾക്ക് വരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് മനുഷ്യന് നല്ലത് തന്നെയാണ് എന്ന് ഒരു വരിയിൽ വായിച്ചു. അത് ഈഗോ ഈസ് വൺസ് ഒരു ഇത് ലഘൂകരിക്കാൻ, ശരിക്കും പറഞ്ഞാല് ഈസി ആയിട്ട് നമുക്ക് അതിനെ ഒന്ന് ഓവർകം ചെയ്യാനൊക്കെ ഒരു തരത്തിൽ ഇങ്ങനെ സംഘർഷങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ ഈഗോയെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഒക്കെ ആ ഇടയ്ക്കിടെ വരുന്ന ഒരു സംഘർഷങ്ങളും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നല്ലതാണ്. മനുഷ്യനുണ്ടാകുന്ന പരാജയങ്ങളും ഒക്കെ അത് നല്ലതാണെന്നൊക്കെ അങ്ങനെ മനസ്സിലായി. പിന്നെ മനുഷ്യന്റെ ആത്മാഭിമാനവും ഒക്കെ മനുഷ്യൻ എന്താണ് സെൽഫ് റെസ്പെക്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു അന്തസ്സും ആ ഒരു നമ്മുടെ ആ ഒരു നിലനിൽപ്പിന് ഭീഷണിയാവുന്ന നമ്മുടെ അന്തസത്ത ആ ഒരു ഇതിനെ ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ ഒരുപാട് നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. ഓരോ രോഗത്തിൻ്റെതായിട്ടായാലും മറ്റുള്ള മനുഷ്യരിൽ നിന്നായാലും മെന്റലി ആയാലും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതിനെ പോലും നമുക്ക് ഒരു ഓവർകം ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങൾ ഒക്കെ നമുക്ക് മനുഷ്യന് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ ലഘൂകരിക്കാനും പിന്നെ മനുഷ്യർക്ക് എന്താ അത് ലാസ്റ്റ് ഒരു 3 ലൈൻ ഉണ്ടല്ലോ, ഐഡന്റിഫിക്കേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ എനിക്ക് അത്ര അറിയാം, പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഒരു അടിച്ചമർത്തലൊക്കെ അങ്ങനെ ഇത്രയും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ഏകദേശം മനസ്സിലായെന്ന് എനിക്ക് ക്ലിയർ ആയി. വേറെ ശാലിക്ക് എന്താണ് മനസ്സിലായത് വായിച്ചപ്പോ? നിങ്ങളുടെ തോട്ട് എന്തെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുറെ ഇതുപോലെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അത് ഓരോന്നും ചെയ്യാനായിട്ട് ഓരോ മെക്കാനിസം ഉണ്ട്. അതാണ് ഇപ്പം ദീപകേശി പറഞ്ഞതുപോലെ താഴെ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഓരോ മെക്കാനിസം ഉണ്ട്. അതാണ് മറ്റേ പ്രൊജക്ഷൻ, ഐഡന്റിഫിക്കേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ കുറെ മെക്കാനിസം ഉണ്ട് നമ്മുടെ ഒരു വ്യക്തിനെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. മറ്റുള്ളവര് എന്താ മനസ്സിലായത് പറയാട്ടോ. മറ്റുള്ളവരും മിണ്ടാതിരിക്കരുത്, മനസ്സിലായ കാര്യങ്ങൾ പറയാ വായിച്ചപ്പോ. മനസ്സിലായില്ല? രാജലക്ഷ്മിക്ക് എന്താ മനസ്സിലായത് വായിച്ചപ്പോ? രാജലക്ഷ്മി, ഒരു പ്രതിരോധ സംവിധാനം നമ്മളെ തന്നെ പ്രതിരോധിക്കുന്ന ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്താണ്. അതായത് നമ്മളൊക്കെ മനുഷ്യരാണ് അല്ലെ. നമ്മുടെ ജീവിതം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള ലൈഫിന്റെ ഓരോരോ എന്താ പറയാ വഴിത്തിരിവിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾക്ക് റെഗുലർ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അല്ലെ. ഇപ്പൊ
സാധാരണ സ്ത്രീകളൊക്കെ ആണെങ്കിൽ, വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ മക്കളെ നോക്കാനുണ്ടാവും, കിച്ചണിൽ ജോലി ഉണ്ടാകും, ഹസ്ബൻഡിനെ പറഞ്ഞയക്കാനുണ്ടാകും. പിന്നെ വർക്കിംഗ് വുമൺ ആണെങ്കിൽ ഇതിലേക്ക് കൂടെ ജോലിക്കും പോകുന്നവരുണ്ടാവും അല്ലെ. അപ്പോ അവരുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അവരുടെ ലൈഫിനനുസരിച്ച്. അപ്പോ ഇങ്ങനെ പോകുന്ന സ്മൂത്ത് ആയിട്ട്, അതായത് ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ഒക്കെ ചെയ്തു പോവാണ്. അങ്ങനെ ജീവിതം വളരെയധികം സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില കാരണങ്ങളാൽ, അതായത് ചില കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ ചില ഫ്രസ്ട്രേഷൻസോ മനുഷ്യരുണ്ടാകാം. എപ്പോഴും നമ്മൾക്ക് ദൈവം എന്ത് തരില്ല? സന്തോഷം തരില്ല അല്ലെ? അങ്ങനെയല്ലേ? എപ്പോഴും സന്തോഷിപ്പിച്ചിരിക്കും നമ്മളെ. ഇടയ്ക്ക് എന്ത് ചെയ്യും? ദുഃഖം തരാറുണ്ട് അല്ലെ? ദൈവത്തെ ഓർക്കാനായിട്ട്. അപ്പോഴല്ലേ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നേ? അല്ലെങ്കിൽ നമ്മൾ വിളിക്കാറുണ്ടോ? ദൈവത്തെ ഓർക്കുക. നമ്മൾ ഭയങ്കര സന്തോഷിച്ചിരിക്കുവാണെങ്കിൽ, നമ്മുടെ ജീവിതം എപ്പോഴും സ്മൂത്ത് ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തെ മറന്നു പോവാനായിട്ട് സാധ്യതയുണ്ട്, ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് എന്ത് ചെയ്യും? എല്ലാവരുടെ ലൈഫ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും എപ്പോഴും സന്തോഷവും കിട്ടില്ല, എപ്പോഴും സങ്കടവും കിട്ടില്ല. എന്തെങ്കിലും ഒരു ചേഞ്ചസ് ലൈഫിൽ ഉണ്ടാകും. അപ്പൊ അങ്ങനെ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തില് ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചില കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകാം. ഈ ഒരു ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകളും മനുഷ്യന്റെ മനസ്സിനെ, അവന്റെ ബാലൻസിനെ തെറ്റിക്കുന്നു അല്ലെ? നമ്മൾ നല്ല രീതിയിൽ കളിച്ചുല്ലസിച്ചൊക്കെ പോവുകയാണെങ്കിൽ, പെട്ടെന്ന് ഒരു വിഷമം വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സ് താങ്ങില്ല അല്ലെ? ചില വിഷമങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിന് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അവന്റെ സൈക്കോളജിക്കൽ ബാലൻസിനെ തന്നെ അത് തെറ്റിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ മനുഷ്യന് ചില സ്കിൽസ് അല്ലെങ്കിൽ ചില കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട്, അവന്റെ മെന്റൽ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പലതരത്തിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമുക്കറിയാലോ, നമുക്കൊരു രോഗം വരുമ്പോൾ അല്ലെ, എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് വീക്ക് ആവും അല്ലെ? നമ്മുടെ ബോഡി മാത്രമല്ല, നമ്മുടെ മനസ്സും, അയ്യോ എനിക്ക് എന്താണ് ഈ അസുഖം, അയ്യോ ഇത് മാറുമോ, എപ്പോഴാണ് എന്നെ വിട്ടത് പോവുക, ഞാൻ മരിക്കോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒരു അസുഖം വരുന്ന സമയത്ത് മനുഷ്യന് ഉണ്ടാകാം. അസാധാരണമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ, ഡെയിലി വരുന്ന, നോർമൽ ആയിട്ട് വരുന്നതല്ല കേട്ടോ, പനി ചുമ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, സാധാരണമായിട്ട് എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ കണ്ടു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലോ, നമ്മൾ ഡോക്ടറെ കണ്ട് ഡയഗ്നോസ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ടെൻഷൻ അടിച്ച് ഇരിക്കുകയായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ? അപ്പൊ ഇത്തരത്തില് എന്തെങ്കിലും ഒരു കാര്യം, അതായത് നമ്മുടെ മനുഷ്യന്റെ മനസ്സിനെ തകരാറിലാക്കുന്ന, അല്ലെങ്കിൽ അവനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വരും, അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാകും. ഓക്കെ, ഇത്തരത്തിലുള്ള, അതായത് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ, അതിനെ ഫേസ് ചെയ്യാനുള്ള മനസ്സിന്റെ ഒരു തന്ത്രമുണ്ട്, മനസ്സ് രൂപപ്പെടുത്തുന്ന ചില തന്ത്രങ്ങളുണ്ട്. ഇതിനെയാണ് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം ഒരു ധാരണ കിട്ടിയോ? കൂടുതൽ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുള്ളവരൊന്ന് കമ്പ് ചെയ്യാം. ഒന്നും കൂടെ ഒന്ന് പറയൂ. ഒന്നും കൂടി പറയണം. അതായത് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ, നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ, എന്താ പറയാ, നമ്മള് ചിലപ്പോ ഡിപ്രഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ നമ്മള് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു സൈക്കോളജിക്കൽ ബാലൻസ് നമ്മൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ എന്ത് ചെയ്യാറുണ്ട്? അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില തന്ത്രങ്ങള് രൂപപ്പെടുത്തും. ഇതിനെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, കുറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു നമുക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി,
നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാകാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളാകാം. ഒരു വ്യക്തി പെട്ടെന്ന് മരിച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ആ ഒരു മരണ വാർത്ത അല്ലെങ്കിൽ ആ ഒരു വിവരം നമ്മൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല, അല്ലെ? നമ്മൾക്ക് ഭയങ്കരമായിട്ട് എന്താണ് അനുഭവപ്പെടുക? അപ്പോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് മരിക്കുന്നതെങ്കിൽ മറവി വരില്ല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് നിങ്ങൾ വിടുള്ളൂ. ഞാൻ ഇവിടെ എന്താണ് ഒന്നുകൂടി പറയാമോ? കേട്ടില്ലായിരുന്നു, പകുതി മുറിഞ്ഞു പോയി. ഒരാളെ മരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മളെ വിട്ടു പോവുകയാണ്, അല്ലെങ്കിൽ മരിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് എന്താണ് ഉണ്ടാവുക? നമുക്ക് എന്താണ് അനുഭവപ്പെടുക? വിഷമം ഉണ്ടാവും. നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും അല്ലെ? നമ്മുടെ മനസ്സിനെ തകർക്കും അല്ലെ? അത് നമ്മുടെ സൈക്കോളജിക്കൽ ബാലൻസിനെ അത് എന്ത് ചെയ്യും? തകരാറിലാക്കും അല്ലെ? ഓക്കെ, പക്ഷെ ആ വിഷമം കുറെ നാളത്തേക്ക് ഉണ്ടാവും, ദീർഘനാളത്തേക്ക് ഉണ്ടാവും നമ്മുടെ ജീവിത അവസാനം വരെ? ഇല്ല. ഇല്ല അല്ലെ? കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. ചിലപ്പോ ദിവസങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ ആഴ്ചകൾ എടുക്കാം, മാസങ്ങൾ എടുക്കാം. ഓക്കെ, ആ ഒരു എന്താ പറയാ സംഭവം നമ്മൾ എന്ത് ചെയ്യും? മറന്നു പോകും അല്ലെ? അല്ലെങ്കിൽ നമ്മള് അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇത്തരത്തിൽ, അതായത് മനുഷ്യനുണ്ടാകുന്ന ഏത് തരം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ ആകട്ടെ, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനസ്സെന്ത് ചെയ്യാറുണ്ട്? ചില പ്രതിരോധ തന്ത്രങ്ങള് രൂപപ്പെടുത്താറുണ്ട്. അപ്പം ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ മരിച്ചു. ആദ്യം കുറച്ച് ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും, പിന്നെ ഞാൻ ചിലപ്പോ ഭക്ഷണം കഴിക്കില്ല, ചിലപ്പോ ഉറങ്ങില്ല, ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും ചിലപ്പോ ഉണ്ടാവുക. പക്ഷെ പതിയെ പതിയെ എന്ത് ചെയ്യും? എന്റെ മനസ്സ് അതുമായിട്ട് പൊരുത്തപ്പെടും. ആ ആളിന്നില്ല, ചിലപ്പോ വിധിയായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ആയുസ് തീർന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇത്തരത്തിലുള്ള ആശ്വാസത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളെ നമ്മൾക്ക് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് വിളിക്കാം. ഇപ്പൊ മനസ്സിലായോ? ഓക്കെയാണ്? രശ്മിക്ക് മനസ്സിലായോ? ഓക്കെയാണ്. അപ്പോ ഇതിനെ നമ്മൾക്ക് പല പേരുകളിൽ വിളിക്കാം. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം ഇതിനെ, അതുപോലെ തന്നെ മെന്റൽ മെക്കാനിസം എന്ന് പറയാം. അങ്ങനെ പലതരത്തിലുള്ള പേരുകള് ഡിഫൻസ് മെക്കാനിസത്തിന് ഉണ്ട്. അപ്പോ ഇത് നമ്മുടെ എന്താ പറയാ പലതരത്തിലുള്ള കാര്യങ്ങളെ ഓവർകം ചെയ്യാനായിട്ട്, നമ്മൾക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ആണെങ്കിലും അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡിഫൻസ് മെക്കാനിസം നമ്മളെ സഹായിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം, അപ്പൊ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും കേട്ടോ. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോ നമ്മളത് അബോധ മനസ്സിൽ കുഴിച്ചു മൂടാറില്ലേ? അല്ലെങ്കിൽ മറക്കാനായിട്ട് ശ്രമിക്കാറില്ലേ? ചെയ്യാറുണ്ടോ? എന്തെങ്കിലും ഉണ്ടല്ലേ? ഒന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ എന്ത് ചെയ്യും? അബോധ മനസ്സിൽ നമുക്ക് രണ്ടു തരം മനസ്സുണ്ട് അല്ലെ? ബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്. ബോധ മനസ്സെന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് അല്ലെ? അബോധ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോഴുണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മള് പിന്നീട് ഒരിക്കലും നമ്മുടെ ഓർമ്മയിൽ വരല്ലേ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങള് നമ്മുടെ അബോധ മനസ്സില് കുഴിച്ചു മൂടാറുണ്ട്. ഓക്കെ, അതായത് മറവി എന്ന് പറയുന്ന ഇതുമായിട്ട് ഇതൊരു ബന്ധമുണ്ട് കേട്ടോ. നമ്മൾ മറക്കാനായിട്ട് ചില കാര്യങ്ങൾ ശ്രമിക്കും. ഇത് ഓർമ്മയിൽ വരല്ലേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കും. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളാണെങ്കിൽ തള്ളിക്കളയും. അപ്പോ എല്ലാ വ്യക്തികളിലും ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരുപോലെയല്ല, ഡിഫറെന്റ് ആണ്. ഇപ്പൊ എനിക്കുള്ള ഡിഫൻസ് മെക്കാനിസം ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ള ഡിഫൻസ് മെക്കാനിസം ആയിരിക്കില്ല എനിക്കുണ്ടാവുക. അതിന് വ്യത്യാസം വരും. ഇപ്പൊ എനിക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഞാനത് മറക്കാനാണ് ശ്രമിക്കുക, നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പൊ ആളുകളുടെ ഐഡന്റിറ്റിക്ക് അനുസരിച്ച് ഡിഫൻസ് മെക്കാനിസത്തിൽ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അതിനകത്ത് ആൺകുട്ടി പെൺകുട്ടിയെ ചതിച്ചിട്ട് പോയി എന്ന് വിചാരിക്കുക.
അപ്പൊ ആ പെൺകുട്ടിക്ക് ഈ ഒരു എന്താ പറയാ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ചതിച്ചിട്ട് പോയ ആ ഒരു ആൺകുട്ടിയെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം കുറെ നാൾ അവര് പ്രണയിച്ചതാണ്, കുറെ നല്ല നല്ല ഓർമ്മകൾ ഉണ്ട്. അപ്പൊ പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മറക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ പതിയെ പതിയെ ആ പെൺകുട്ടി എന്ത് ചെയ്യും, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും അല്ലെ. കുറെ നാളുകൾ ശേഷം ഈ ആൺകുട്ടിയുടെ ചിത്രം പോലും ചിലപ്പോഴും മറന്നു പോയേക്കാം. ഇത്തരത്തില് മനുഷ്യനെ സഹായിക്കുന്ന തന്ത്രങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം, ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കാം. പിന്നെ അതുപോലെ തന്നെ ചില വ്യക്തികളാണെങ്കിൽ ചില എന്തെങ്കിലും വിഷമകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ മാളുകളിൽ പോകും, ബീച്ചിൽ പോകും, എവിടെയെങ്കിലും തനിയെ ചെന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കും. ഇതൊക്കെ എന്താണ്, ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ആളുകൾ സന്തോഷം വരുമ്പോൾ മാത്രമല്ല ഡ്രൈവിങ്ങിനും അതുപോലെ തന്നെ ബീച്ചിലും മാളിലൊക്കെ പോകുന്നത് അല്ലെ. വിഷമം വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ചില വ്യക്തികൾ പറയാറുണ്ട് അത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അതിന്റെ പഴി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് പറയും അത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത്, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു കാര്യം വരില്ലായിരുന്നു. അങ്ങനെ ന്യായീകരണങ്ങൾ നടത്താറുണ്ട്. അതിനെയും നമുക്ക് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. ഇപ്പൊ മാനസിക സംഘർഷങ്ങളെ, അതായത് മനസ്സിനുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് രൂപപ്പെടുത്തുന്ന പ്രതിരോധ തന്ത്രങ്ങളാണത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടായി, നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്, പക്ഷെ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നു, അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. ഇതിനെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. ഓക്കെ ആണോ? എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഒന്നും പറയാനായിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് എഴുതിയെടുക്കാം കേട്ടോ നമ്മള്. എന്താണ് ഡിഫൻസ് മെക്കാനിസം ഒന്ന് എഴുതിയെടുക്കാം. മലയാളത്തിൽ എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ, മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. ഇവയെ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് വിളിക്കും. ഇവയെ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് വിളിക്കും. ഒന്നുകൂടി പറയാട്ടോ ഞാൻ. മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. ഇവയെ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ആ ഒരു ടെൻഡൻസി നമുക്കില്ലെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുക? ഡിപ്രഷൻ അടിച്ചിട്ട് ചിലപ്പോഴൊക്കെ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടും. സുനൈന എന്താ പറയുന്നത്? സുനൈന, മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഡിപ്രഷനിലേക്ക് പോകാം. പിന്നെ വറീഡ് ആകും, സാഡ്നെസ് ഉണ്ടാകും,
രാജേശ്വരി എന്താ പറയുന്നേ? രാജേശ്വരി. ചിലര് മരിക്കാനായിട്ട് ശ്രമിക്കില്ലുണ്ട്. സൂയിസൈഡ് ചെയ്യും കേട്ടോ. ഡിഫൻസ് മെക്കാനിസം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സൂയിസൈഡ് ചെയ്യും അല്ലെ? നമ്മള് ഡിപ്രഷനിലേക്ക് പോകും, മെന്റൽ പേഷ്യന്റ് ആകും. അതൊക്കെ ഡിഫൻസ് മെക്കാനിസം ഉണ്ടെങ്കിലാണ് ഇതിനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നത് ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യാത്തവരാണ് കേട്ടോ. നമുക്ക് എക്സാമ്പിള് മണിച്ചിത്രത്താഴ് മൂവി എടുക്കാം. അതിനകത്ത് നാഗവല്ലി ആയിട്ട് ചെയ്യുന്ന നാഗവല്ലിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ശോഭനയുടെ ക്യാരക്ടർ, നാഗവല്ലി ആയിട്ട് വരുന്ന ശോഭനയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, ശോഭനയുടെ പേരെന്താണെന്ന് ഞാൻ മറന്നു പോയത്. അവരുടെ ചെറുപ്പ കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഗംഗ. ഓക്കെ. ചൈൽഡ്ഹുഡ് ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലെ? അതിനകത്ത് അവരെന്ന് പറഞ്ഞാൽ, അതായത് അവരുടെ നാട്ടിൽ, അവരുടെ വീട്ടിലും നാട്ടിൽ നിന്നൊക്കെ അവർ കൽക്കട്ടയിലേക്ക് പോകുന്നുണ്ട് അല്ലെ, ഒളിച്ചോടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമയില് ലാസ്റ്റ്, അതായത് നകുലൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അല്ലെ, അവരുടെ ഹസ്ബൻഡിനെ തന്നെ കൊല്ലാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതായത് ചില കാര്യങ്ങള് മനഃപൂർവ്വം നമ്മുടെ അബോധ മനസ്സിൽ കുഴിച്ചു മൂടുന്നതിന് അല്ലെങ്കിൽ അത് മറക്കാനായിട്ട് ശ്രമിക്കുന്നതിന് ചില കാര്യങ്ങള് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തില് ഇവര് ഒരു തരത്തിലുള്ള ഒളിച്ചോട്ടമാണ് ആ ക്യാരക്ടർ നടത്തുന്നത്. അവർക്ക് ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നില്ല അവിടെ. അതുകൊണ്ടാണ് ആ ഒരു സുരേഷ് ഗോപിയുടെ ക്യാരക്ടറിനെ കൊന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കില്ല് ചെയ്തില്ലെങ്കിൽ അവര് മരിക്കും, സൂയിസൈഡ് ചെയ്യും എന്ന് അവിടെ മോഹൻലാൽ പറയുന്നത് ഇല്ലേ? നിങ്ങൾ ആ സിനിമ ഒന്ന് ഓർത്തു നോക്കിയേ, തെളിഞ്ഞു വരുന്നുണ്ടോ വല്ലതും അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ? സൂയിസൈഡ് ചെയ്യും എന്ന് പറയുന്നില്ല ലാലേട്ടൻ അതിനകത്ത്, ഇവര് സുരേഷ് ഗോപിയെ കൊന്നില്ലെങ്കിൽ. അതൊക്കെ ഡിഫൻസ് മെക്കാനിസം വർക്ക് ആവാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചൈൽഡ്ഹുഡിൽ അവരുടെ ചെറുപ്പത്തില് നേരിട്ട ചില കാര്യങ്ങള്, അതായത് ചിലപ്പോ ഏകാഗ്രതയാകാം, ആരും കെയറിങ്ങിന്റെ കുറവായിരിക്കാം, അങ്ങനെ കുറേയധികം ഫാക്ടേഴ്സ് വരുന്നുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ അവർ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒളിച്ചോടാനാണ് ആ ക്യാരക്ടർ ശ്രമിച്ചിരുന്നത് പണ്ടേ തുടങ്ങി. ഇതൊക്കെ അവർക്ക് ഡിഫൻസ് മെക്കാനിസം ഇല്ലാത്തതുകൊണ്ടാണ്. മെന്റലി ഇംബാലൻസ്ഡ് ആയതൊക്കെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ വർക്ക്, അവരുടെ മനസ്സ് ചില തന്ത്രങ്ങള് രൂപപ്പെടുത്താത്തത് കൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള, ഇപ്പൊ നമ്മള് മെന്റലി വീക്ക് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്, സൂയിസൈഡ് ചെയ്യുന്ന ആളുകളെ കാണാറുണ്ട്. ഇവർക്കൊക്കെ ഡിഫൻസ് മെക്കാനിസം കുറവാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം അവർ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട് ഇതിനെ കുറിച്ച്, ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച്? നിങ്ങൾ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കാറുണ്ടോ ലൈഫില്? ഉണ്ടോ? എങ്ങനെ ഉപയോഗിക്കുന്നേ? എങ്ങനെ യൂസ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം? അത് നമ്മള് കാര്യങ്ങളെ വൈകാരികമായി എടുക്കാതിരിക്കുക. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെ വൈകാരികമായിട്ട് സമീപിക്കാതിരിക്കുക. ഒന്ന്, ഇപ്പൊ നമുക്ക് ഒരു എന്താ പറയാ, ചിലപ്പോ ഒരു രോഗമാവാം, അല്ലെങ്കിൽ കുടുംബ വഴക്കാവാം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ അമ്മ മകൻ, അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കാം. ഒരുപക്ഷെ മകൻ അമ്മയോട് കുറെ മോശമായ രീതിയിൽ, ഇപ്പോഴത്തെ കുട്ടികളല്ലേ അങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട്, അല്ലെ ഭാര്യ ഭർത്താവിനോട്, അങ്ങനെ എന്ത് തന്നെ ആയാലും അങ്ങനെ സംസാരിക്കുന്ന ഒരു ഇടം, അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ അതിനെ വൈകാരികമായിട്ട് എടുക്കാതിരിക്കുക. നമ്മൾ ഓവറായിട്ട് ദേഷ്യപ്പെടാതെ കുറച്ച് അങ്ങനെ. പിന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണെങ്കിലും അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഇത് ജീവിതത്തിൽ നമ്മുടെ മാത്രമല്ല, എല്ലാ ജീവിതത്തിലും മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അങ്ങനെ ഒന്നുണ്ട്. പിന്നെ ആത്മവിശ്വാസം, അത് ഒരു പ്രധാന ഘടകമാണല്ലോ. നമ്മൾക്കൊരു ആത്മവിശ്വാസ കുറവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ജീവിതത്തിൽ നമ്മൾ എവിടെയും നമ്മളൊരു എന്താ പറയുക, അടുക്കളയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാൻ സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റാത്ത വിധം അവൾ അവിടെ ഒടുങ്ങിപ്പോകും. പക്ഷെ ആത്മവിശ്വാസം എന്തായാലും ഒരാൾക്ക് ഉണ്ടാവണം, അത് പുരുഷനായാലും സ്ത്രീ ആയാലും. അങ്ങനെയൊക്കെ, അതൊക്കെ ആണ്. പിന്നെ
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തെ നമ്മൾ ഒരു എല്ലാ തരത്തിലും നല്ല രീതിയിൽ ഫേസ് ചെയ്യുക. അതാണ് ഏറ്റവും പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നമ്മളെ സംരക്ഷിക്കുക, നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരിക. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് ആ എക്സാമ്പിൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ടോന്ന് കേട്ടോ. അപ്പൊ പറഞ്ഞോട്ടെ, എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങിക്കോട്ടെ. ഓക്കെ. അതായത് ഒരു വീട്ടില് ചേട്ടനും അനിയനും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, കളിച്ചുകൊണ്ടിരിക്കുകയാണത്. പെട്ടെന്ന് ചേട്ടന്റെ കൈ തട്ടി അനിയൻ താഴെ വീഴുകയാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടുപേരും തമ്മിൽ നല്ല കളിയായിരുന്നു. പെട്ടെന്ന് ചേട്ടന്റെ കൈ തട്ടിയിട്ട് അനിയൻ താഴെ വീഴും. എന്താ സംഭവിക്കുക? കിച്ചണിൽ നിന്ന് അമ്മ ഓടി വരും അല്ലെ, എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. ശബ്ദം കേട്ടിട്ടാണ് അവർ ഓടി വരുന്നത്. അപ്പോ എന്താണെന്ന് ചോദിക്കും. അപ്പോ വീണ ആള് പറയും, അയാളാണല്ലോ ആദ്യം പറയേണ്ടത്. വീണ ആള് പറയും ചേട്ടൻ നിന്ന് തള്ളിയിട്ടതാണെന്ന് പറയും. അപ്പൊ ചേട്ടൻ പറയും ഞാൻ തള്ളിയിട്ടതൊന്നുമല്ല, താഴെ വെള്ളം കിടപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പഴത്തൊലി കിടപ്പുണ്ടായിരുന്നു, അത് തെന്നിയിട്ടാണ് അനിയൻ ചെക്കൻ വീണതെന്ന് പറയും. ഈ കുട്ടി ഇവിടെ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അവന്റെ ഇല്ല ഇല്ലെന്നോ? അവൻ ചെയ്ത ഒരു ചെയ്യുന്നുണ്ട്. അവര് പ്രതിരോധിക്കാൻ പറയുന്നുണ്ട്. കുട്ടിയാണോ മാഡം അതോ വലിയ ആളോ? അതിന്റെ നിരപരാധിത്വം അവര് പറയുന്നുണ്ട്. അത് ഡിഫെൻഡ് ചെയ്യണേന്ന്. അത് ഡിഫെൻഡ് ചെയ്യണം. അതായത് ആ കുട്ടിക്ക് അറിയാം ആ കുട്ടിയുടെ കൈ തട്ടിയാണ് ആ കുഞ്ഞ് അവിടെ വീണതെന്ന് അറിയാം. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു? അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവന്റെ മനസ്സിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ ഒരു പ്രതിരോധ തന്ത്രം തീർക്കുന്നു. അവൻ പറയുന്നു വെള്ളം വീണിട്ടാണ്, വെള്ളം തട്ടിയിട്ടാണ്, അല്ലെങ്കിൽ പഴുത്തുരി കൊണ്ടിട്ടാണ് അവൻ വീണത്. അവന്റെ കുറ്റം അവിടെ സമ്മതിക്കുന്നില്ല, മറിച്ച് അവന്റെ മനസ്സിനെ അവൻ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ആ കുഞ്ഞവിടെ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മൾക്ക് ചില രീതിയിൽ ഞാൻ പറഞ്ഞു പലതരത്തിലാണ് ഡിഫൻസ് മെക്കാനിസം വരുന്നത്. ഒരു ടൈപ്പ് ഞാനിപ്പോ പറഞ്ഞു, കുഞ്ഞുങ്ങളിലുള്ള കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്, വലിയവരൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം. അതായത് വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു പെൺകുട്ടി അച്ഛനോട് പറഞ്ഞു എനിക്ക് സ്വർണ്ണ പാദസരം അച്ഛൻ വാങ്ങിച്ചു തന്നെന്ന് പറഞ്ഞു. ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാണ്, ഒറ്റ പെൺകുട്ടിയാണ് അവർക്കുള്ളത്. അപ്പൊ എല്ലാ തരത്തിലുള്ള കെയറും സ്നേഹവും വാത്സല്യമൊക്കെ കൊടുത്തിട്ടാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്. അപ്പൊ കുഞ്ഞ് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്ത് കൊടുക്കാറുണ്ട്? അച്ഛനും അമ്മയും സാധിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഒരു ദിവസമാണ് കുഞ്ഞ് പറയുന്നത് എനിക്കൊരു സ്വർണ്ണ കൊലുസ് വേണം അച്ഛ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും അച്ഛൻ പറയാ? എന്തായിരിക്കും അച്ഛൻ പറയുന്നേ? എന്തായിരിക്കും പറയുന്നത്? മറുപടി എന്തായിരിക്കും പറയുന്നത് വേണം എന്ന് പറയുമ്പോ? വാങ്ങിച്ചു തരാം, തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ഞാൻ നിനക്കൊരു സ്വർണ്ണ കൊലുസ് മേടിച്ചു കൊണ്ടുവന്നിരിക്കും എന്ന് പറയാണ്. അപ്പൊ കുഞ്ഞുങ്ങളായാലും വലിയവരായാലും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുന്നതിന് മുമ്പ്, നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ധാരാളം സ്വപ്നങ്ങൾ കാണും അല്ലെ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇതല്ലേ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്വർണ്ണ കൊലുസ് ആണെങ്കിൽ ആ സ്വർണ്ണ കൊലുസ് കാലിലിട്ട് നടക്കുന്നത്, പിറ്റേന്ന് സ്കൂളിൽ ഇട്ട് കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഡ്രീമുകൾ കാണാനായിട്ട് തുടങ്ങും. അപ്പൊ കുട്ടി രാവിലെയാണ് അച്ഛനോട് പറഞ്ഞത് അച്ഛൻ വരുന്നത് വൈകുന്നേരമാണ്. അപ്പൊ ഈ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ടാവുക. കാരണം ഇത് കയ്യിൽ കിട്ടുന്നത് വരെ ആ കുട്ടി പലതരത്തിലും മനക്കോട്ടകൾ കിട്ടും, കുറെ സ്വപ്നങ്ങൾ കാണുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ ഭയങ്കരമായിട്ട് ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. അപ്പൊ രാത്രി ആയപ്പോ അച്ഛൻ വന്നു. അച്ഛൻ വന്നിട്ട് പറയാണ് മോളെ സ്വർണ്ണ കൊലുസ് കിട്ടിയില്ല, നീ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കൊലുസ് അല്ലെങ്കിൽ നിന്റെ പാകത്തിനുള്ള ഒരു കൊലുസ് ആ കടയിൽ ഉണ്ടായില്ല എന്ന് പറയാണ്. അപ്പൊ കുട്ടിക്ക് എന്താ തോന്നുക? വിഷമം വരും. ഭയങ്കരമായിട്ട് വിഷമം വരും, ചിലപ്പോ കുട്ടി കരയും അല്ലെ? അപ്പൊ ആ നേരത്തെ ആ കുട്ടിയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലെ?
അപ്പൊ കുട്ടി സ്വാഭാവികമായിട്ട് കുട്ടിയുടെ മനസ്സിന് വിഷമം ഉണ്ടാവും, മനസ്സിന് ചിലപ്പോൾ താളം തെറ്റാനായിട്ട് ഇടയിട്ട് ആ ഒരു ഇത് വരും. പക്ഷെ അച്ഛൻ അവിടെ പറയുന്നുണ്ട്, മോളെ ആ കടയില് ഈ ഒരു കൊലുസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വാങ്ങിക്കാഞ്ഞത്. നാളെ എന്തായാലും തീർച്ചയായിട്ടും വേറൊരു കടയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് സ്വർണ്ണ കൊലുസ് വാങ്ങിച്ചു തരാം. ആ കുട്ടിയുടെ മനസ്സിന് അവിടെ ആശ്വാസം കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലേ? ഉണ്ട് മിസ്സേ, വാങ്ങിച്ചു ഇതും തരാം എന്ന് പറഞ്ഞു. അതായത് മനസ്സിനെ, ആ കുട്ടിയുടെ മനസ്സിനെ അച്ഛൻ പറഞ്ഞു നാളെ എന്തായാലും വേറെ കടയിൽ നിന്ന് നിനക്ക് എന്തായാലും ഞാൻ ഉറപ്പായിട്ട് ഇത് വാങ്ങിച്ചു തരാന്ന് പറയുമ്പോ ആ കുട്ടിയുടെ മനസ്സിനെ ആ കുട്ടി പറയാണ് നാളെ എന്തായാലും കിട്ടുമല്ലോ, അപ്പൊ നാളെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കുഞ്ഞ് എന്ത് ചെയ്യുന്നു, ആ കുഞ്ഞിന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ഡിഫൻസ് മെക്കാനിസം. അപ്പൊ ഇതും ഡിഫൻസ് മെക്കാനിസത്തിന് ഉദാഹരണം. അതായത് നമുക്ക് മോഹഭംഗങ്ങൾ എന്ന് പറയും, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളുണ്ട്. അതിലേക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഡിഫൻസ് മെക്കാനിസം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ആ വിഷമത്തെ ഒഴിവാക്കും, അതായത് ആ വിഷമം ഇല്ലാതാക്കും, അല്ലെങ്കിൽ ആ ഒരു നമ്മൾക്ക് വരുന്ന ആ ഒരു വിഷമം ഉണ്ടല്ലോ അതിന്റെ ആ ഒരു തോത് അല്ലെങ്കിൽ ആ ഒരു ലെവല് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ചിലപ്പോ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ചിലപ്പോ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു വിചാരിക്കാം. അപ്പൊ നമുക്ക് ആ ഒരു സമയത്തായിരിക്കും ആ ഒരു എന്താ പറയാ സങ്കടത്തിന്റെ തോത് കൂടുതലായിട്ടുണ്ടാവുക, അല്ലെ? 10 മണിക്കാണ് ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞതെങ്കിൽ 10 മണി തൊട്ട് ഒരു 10:15 വരെ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും. നമുക്ക് എന്തൊക്കെയോ ചെയ്യണം എന്ന് തോന്നും, ജീവിക്കണ്ടെന്ന് തോന്നും, ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിനെ തന്നെ നമ്മൾ ചിലപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ 10:15 കഴിഞ്ഞ് 10:30 വരെയുള്ള സമയം എന്ന് പറയുന്നത് ആ വിഷമത്തിന്റെ തോത് കുറയും, ഇല്ലേ? കുറയില്ലേ? കുറയും. അപ്പോ ഒന്നില്ലെങ്കിൽ മനസ്സിലെ വിഷമത്തെ മൊത്തമായിട്ട് ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ആ തോത് കുറയ്ക്കാനോ ഡിഫൻസ് മെക്കാനിസം സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമില് ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ എക്സാം എഴുതി. ഓക്കെ, അതിനകത്ത് 29 കുട്ടികളും പാസ്സായി. അതിനകത്ത് ഒരു കുട്ടി മാത്രം ഫെയിൽ ആയെന്ന് വിചാരിക്കാം. ആ കുട്ടിക്ക് എന്തായിരിക്കും ഉണ്ടാവുക ആ സമയത്ത്? എന്തായിരിക്കും ഉണ്ടാവുക? ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും, അല്ലെ? ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാകും. പക്ഷേ ആ കുട്ടിയുടെ മനസ്സ് അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഡിഫെൻഡ് ചെയ്യുന്നത്? അടുത്ത പ്രാവശ്യം നന്നായി പഠിച്ച് മാർക്ക് വാങ്ങാന്ന് സ്വയം സ്വന്തം പറയും. ഓക്കെ, അതായത് എക്സാമിൽ എക്സാം എഴുതാന്ന് ആ കുട്ടി വിചാരിക്കും, തിങ്ക് ചെയ്യും, അല്ലെ? അതും ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ മനസ്സിനുണ്ടാകുന്ന വിഷമത്തെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കുട്ടി തന്നെ ആലോചിച്ചുണ്ടാക്കുന്നതാണ്. എനിക്ക് എക്സാം എഴുതാമല്ലോ, അതിൽ എനിക്ക് എന്തായാലും പാസ്സാക്കാൻ പറ്റും. ആ ഒരു കാര്യവും എന്ത് തന്നെയാണ്, ഡിഫൻസ് മെക്കാനിസമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പല രീതിയിലുള്ള ആളുകളാണ്. വ്യക്തികൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, എല്ലാവരും സെയിം അല്ല. അപ്പോ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നതും പല രീതിയിലാണ്. ചിലവര് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കുഴിച്ചു മൂടാനായിട്ട് നോക്കും. ഇനി മറ്റു ചിലരാണെങ്കിൽ അത് തന്റെ പ്രശ്നമേ അല്ല എന്ന് വിചാരിക്കും. ചിലവരെ കണ്ടിട്ടില്ലേ, എത്ര വലിയ പ്രശ്നം വന്നാലും അനങ്ങാപ്പാറ പോലെ നിൽക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല, പാറ പോലെ നിൽക്കുന്നവരെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര കട്ടിയുണ്ടെന്നാണ് പറയാ അവർക്ക്. ഭയങ്കരമായിട്ട് എന്ത് തൊലിക്കെട്ടി എന്ന് പറയും നമ്മള് അങ്ങനെ ചിലവരെ കാണുമ്പോൾ. അവന് തൊലിക്കെട്ടിയാ, എന്തുണ്ടായാലും ഒരു കുസലില്ല. അപ്പൊ ചിലവര് പ്രശ്നമല്ല, അതൊരു പ്രശ്നമേ അല്ല എന്ന രീതിയിൽ എടുക്കും. ഇനി അതുപോലെ തന്നെ ഞാനിപ്പോ ഒരു 4 കുട്ടികളുടെ കാര്യം പറയാം, 3 കുട്ടികളുടെ കാര്യം പറയാം. അവര് ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ക്ലാസ്സില് ടീച്ചർ തലേ ദിവസം എല്ലാവർക്കും ഹോംവർക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്കറിയാലോ ടീച്ചർ ചോദിക്കും, അല്ലെ? ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ എന്താ ചോദിക്കുക? ഹോംവർക്ക് കുട്ടികളെ എന്ന് ചോദിക്കും, അല്ലെ? എല്ലാവരും ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിക്കും. അപ്പൊ എല്ലാവരും ചെയ്തു എന്ന് പറയും, അല്ലെ?
എത്ര പേര് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കും. അപ്പൊ ചെയ്തിട്ടില്ലാത്തവര് ഹാൻഡ് റൈസ് ചെയ്യാനായിട്ട് പറയും, കൈ പൊക്കാനായിട്ട് പറയും. അവർക്ക് ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് വന്ന ടീച്ചർ ചോദിക്കും എന്തുകൊണ്ടാണ് ഹോംവർക്ക് ചെയ്യാത്തതെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ ഒരു 3 കുട്ടികൾ, ഒരു ടീച്ചർ ക്ലാസ്സിൽ വരുവാണ്, എല്ലാ കുട്ടികളും ഹോംവർക്ക് ചെയ്തു, അതിനകത്ത് 3 കുട്ടികൾ എന്ത് ചെയ്തില്ല, ഹോംവർക്ക് ചെയ്തില്ല. അപ്പൊ അവരോട് ആദ്യത്തെ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഹോംവർക്ക് ചെയ്യാതിരുന്നത്? അപ്പൊ ആ കുട്ടി പറഞ്ഞ മറുപടി ഞാൻ മറന്നുപോയി ടീച്ചറെ എന്നാണ്. ഓക്കെ, ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്, മറവി എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മളുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മളെ തന്നെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഇതാണെന്ത്, ഈ മറന്നുപോയി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കുട്ടി എന്താ പറഞ്ഞത്, മറന്നുപോയി എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കുട്ടിയോട് ചോദിച്ചു നീ എന്താ ഹോംവർക്ക് ചെയ്യാതിരുന്നത്, നീയും മറന്നുപോയോ? അപ്പൊ അവൻ പറയാണ് ഞാൻ മറന്നുപോയില്ല ടീച്ചറെ, പക്ഷെ എന്റെ അമ്മ എന്റെ കൂടെ ഇരുന്നില്ല ഹോംവർക്ക് ചെയ്യാൻ. എല്ലാ ദിവസവും എന്റെ അമ്മ എന്റെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ ഹോംവർക്ക് ചെയ്യുന്നത്, പക്ഷെ ഇന്നലെ എന്റെ അമ്മ എന്റെ കൂടെ ഇരുന്നില്ല. ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഇനി മൂന്നാമത്തെ കുട്ടിയോട് ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് ഹോംവർക്ക് ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവൻ പറയാണ് ഞാൻ ബുക്കൊക്കെ എടുത്തു വെച്ചു, ഞാൻ റെഡി ആയിട്ട് ഹോംവർക്ക് ചെയ്യാനായിട്ട് ഇരുന്നതാണ്, പക്ഷെ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോ, എഴുതി തുടങ്ങിയപ്പോ എന്റെ പെൻസിലിന്റെ മൊന ഒടിഞ്ഞുപോയി. പിന്നീട് വേറൊരു പെൻസിൽ എനിക്ക് അവിടെ ഉണ്ടായിരുന്നേ ഇല്ല. ചേട്ടന് പെൻസിലില്ല, അനിയന് പെൻസിലില്ല, അയൽവക്കത്ത് ചോദിച്ചു അവിടെയും പെൻസിലില്ല, ഷാർപ്പനറും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തേ, ഇവിടെ 3 രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസം അല്ലേ നടക്കുന്നത്? ആണോ? 3 ടൈപ്പ് ആണോ? ഒരാൾ പറഞ്ഞു മറന്നുപോയി എന്ന് പറഞ്ഞു അല്ലേ, രണ്ടാമത്തെ ആള് പറഞ്ഞു അമ്മ കൂടെ ഇരുന്നില്ല എന്ന് പറഞ്ഞു, മൂന്നാമത്തെ ആള് പറഞ്ഞു പെൻസിൽ ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ആ 3 വ്യക്തികൾ, അതായത് ആ 3 കുട്ടികളും ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ട്. അത് വ്യത്യസ്ത രീതിയിലാണെന്ന് മാത്രം, വ്യത്യസ്തമായിട്ടാണ് അവര് ഡിഫെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കുട്ടികളിൽ കാണുന്ന ഒരു തരം ഡിഫൻസ് മെക്കാനിസം ആണ് ഞാനിപ്പോ പറഞ്ഞത്. കുട്ടികൾ സാധാരണയായിട്ട് ടീച്ചേഴ്സിനോട് പറയാറുള്ള ഒരു അവരുടെ പ്രതിരോധ തന്ത്രമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി നമുക്ക് വലിയൊരാളിലേക്ക് പോവാം. വലിയൊരാൾ, അതായത് ഇപ്പൊ ഓഫീസിൽ 10 മണിക്കാണ് സാധാരണ ഓഫീസ് ടൈം ആരംഭിക്കുന്നത് അല്ലെ, എല്ലാവർക്കും അറിയും. അപ്പൊ 10 മണിക്ക് ഓഫീസിൽ എത്തേണ്ട ഒരാള് 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ, അരമണിക്കൂർ ജേണി ഉണ്ട് എങ്ങോട്ട്, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്. 9:30 അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് 10 മണിയാവുമ്പോൾ അദ്ദേഹം ഓഫീസിലെത്തുക. ഓക്കെ, ഇദ്ദേഹം 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇദ്ദേഹം ഓഫീസിലെത്തിയപ്പോ 10:30 മണിയായി. ഓക്കെ, അപ്പോ മുതിർന്ന ഓഫീസർ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ലേറ്റ് ആയതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും ഇയാൾ മറുപടി പറയാ? പറയോ ഞാൻ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയെന്ന് അയാൾ പറയോ? ആരെങ്കിലും ഒരാൾ സമ്മതിക്കോ സ്വയം കുറ്റപ്പെടുത്താനായിട്ട്? ഇല്ല, ട്രാഫിക് ബ്ലോക്കിൽ ഞാൻ പെട്ടത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ലേറ്റ് എത്താനായിട്ട് സാധിച്ചത്. അങ്ങനെയല്ലേ പറയാ? അയാൾ ഒരിക്കലും പറയില്ല എന്ത്, അയാൾ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാൾ പറയില്ല എന്ത് ഞാൻ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. മറിച്ച് അയാൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട്, അതായത് വളച്ചൊടിക്കുന്നു അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ഒരു സംഭവത്തെ ഇവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കുമുള്ള സംഭവത്തെ വളച്ചൊടിച്ച് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്, വേറൊരു രീതിയിൽ ഇതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് 9:30 അയാൾ ഇറങ്ങിയിരുന്നെങ്കിൽ അയാൾ 10 മണിക്ക് എത്തിയാനേ. പക്ഷെ അയാൾ 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ 10 മണിക്ക് എത്താനായിട്ട് സാധിക്കും? അപ്പൊ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ചില ക്ലാസ് റൂമുകളിൽ ടീച്ചർ ചോദിക്കാറുണ്ട്, പഠിച്ചോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. അതായത് തലേ ദിവസം എടുത്ത കാര്യങ്ങള് ടീച്ചർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, മറുപടി കുട്ടികൾ പറയും അല്ലെ, ആൻസർ പറയാറുണ്ട്. ചില കുഞ്ഞുങ്ങള് പറയും പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയും.
എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു, പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയും. അപ്പൊ ടീച്ചർ ചോദിക്കുന്നത് എന്തുകൊണ്ടാ പഠിക്കാൻ പറ്റാഞ്ഞേ? അപ്പൊ ഒരു കുട്ടി പറയാണ് ഇതിനകത്ത്, എന്റെ വീടിന്റെ ഒരു അടുത്തുള്ള ഒരു നെയ്ബർ മരിച്ചുപോയി. അപ്പൊ തലേ ദിവസം ഞങ്ങൾ എല്ലാവരും അവിടെ ആയിരുന്നു, പിന്നെ ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചില്ല. ഇതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇനി മറ്റൊരാള് പറഞ്ഞു, വീട്ടിൽ കറണ്ട് ഉണ്ടായില്ല. കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? ലൈറ്റ് ഉണ്ടെങ്കിലല്ലേ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ ഒരു കാരണമാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, കറണ്ട് ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല. പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെഴുകുതിരി കത്തിച്ച് എന്ത് ചെയ്യാം? പഠിക്കാൻ പറ്റില്ലേ? നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്നും പഠിച്ചില്ലട്ടോ. അല്ല, ഞാൻ പറഞ്ഞതാണ്, മെഴുകുതിരി കത്തിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രീറ്റ് ലൈറ്റിൽ ഇരുന്ന് പഠിച്ചവരൊക്കെ നമുക്കറിയാം അല്ലേ? ഡോക്ടർ APJ അബ്ദുൽ കലാം ഒക്കെ അദ്ദേഹം കറണ്ട് ഉണ്ടായിട്ടാണോ പഠിച്ചതല്ല അല്ലെ? സ്ട്രീറ്റ് ലൈറ്റിൽ ഇരുന്നാണ് അദ്ദേഹം പഠിച്ചത്. അപ്പൊ അതൊക്കെ ഒരു കാരണമാണ്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ ഇത്തരത്തില് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോരോ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് ആവശ്യമാണ് കേട്ടോ. ഇത് ഇല്ലാതെ നമുക്ക്, അതായത് ഇത് ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ നമ്മൾ ഡിപ്രഷൻ ആവാം, അല്ലെങ്കിൽ നമ്മുടെ സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മളെ തന്നെ രക്ഷിക്കാനായിട്ട് ചില മതിലുകൾ തീർക്കും, അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഡിഫൻസ് മെക്കാനിസം. ഇപ്പൊ ഓക്കെ ആണോ? ഇത് ആദ്യം നിങ്ങൾക്ക് വായിച്ചപ്പോ എന്താ തോന്നി? ഇൻട്രൊഡക്ഷൻ വായിച്ചപ്പോ പാടായിട്ട് തോന്നിയോ? ടഫായിട്ട് തോന്നിയോ? എനിക്ക് തോന്നിയല്ലേ? ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ തോന്നുന്നുണ്ടോ സിമ്പിൾ ആണെന്ന്? ഇപ്പൊ ക്ലിയർ ആയി മിസ്. ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ആ ലാസ്റ്റ് ഭാഗം ഞാൻ പറഞ്ഞില്ലേ, അതെനിക്ക് എന്താണെന്ന് കറക്റ്റ് മനസ്സിലായില്ല. അത്രയും ഈ വാക്കുകളുടെയൊക്കെ ഒരു അർത്ഥങ്ങളും ഒക്കെ ഇപ്പൊ അത് മനസ്സിലായി എന്താണെന്നുള്ളത്. ഇപ്പോഴാണത് ആദ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട്, അതായത് നമ്മള് പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് ഉപയോഗിക്കുന്നത്. ആളുകൾക്കനുസരിച്ച് ഡിഫൻസ് മെക്കാനിസത്തിലും മാറ്റം വരാം. അപ്പോ അങ്ങനെ ഒരു എന്താ പറയാ, ഞാൻ പറഞ്ഞു പലതരത്തിലുണ്ട് ഡിഫൻസ് മെക്കാനിസം. അപ്പോ അത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് കോമ്പൻസേഷൻ വരും, അതുപോലെ തന്നെ റേഷണലൈസേഷൻ വരും, പ്രൊജക്ഷൻ വരും, ഐഡന്റിഫിക്കേഷൻ വരും, സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്ലിമേഷൻ, റിപ്രഷൻ, നെഗറ്റീവിസം, സിമ്പത്തിസം, വിഡ്രോവൽ, ഡേ ഡ്രീമിംഗ് ഓർ ഫാന്റസി. ഇത്രയും കാര്യങ്ങൾ എന്താണ്? ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ, അത് നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ, എന്താണെന്ന്. ഓരോന്നും ഓരോ ടൈപ്പാണ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ ഇന്ന് വേർഡ്സ് കൊണ്ടുവന്നിട്ടുള്ളവർ ആരൊക്കെയാണ്? വേർഡ്സ് റീഡ് ചെയ്യാൻ ഞാൻ കൊണ്ടുവന്നു. ദീപയാണോ? ഓക്കെ, റീഡ് ചെയ്തോളൂ കേട്ടോ. വെൽനസ് ആരോഗ്യനില, എ സ്റ്റേറ്റ് ഓഫ് ഓവറോൾ ഗുഡ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ശാരീരികവും മാനസിക ആരോഗ്യവും ഉൾപ്പെടുന്ന ഒരു സമഗ്ര ആരോഗ്യസ്ഥിതിയാണ് വെൽനസ്. രണ്ടാമത്തേത് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി, ദ ബോഡീസ് എബിലിറ്റി ടു റീസിറ്റ് ഇൻഫെക്ഷൻസ് ഓർ ഡിസീസസ്. രോഗങ്ങൾ തടയാനുള്ള ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷിയാണ്. ന്യൂട്രീഷൻ, പോഷണം, ദ പ്രോസസ് ഓഫ് ഈറ്റിംഗ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ഫുഡ് ടു സ്റ്റേ ഹെൽത്ത്. ശരിയായ ഭക്ഷണം വഴി ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ നൽകുന്ന പ്രക്രിയയാണ് ന്യൂട്രീഷൻ. ഹൈജീൻ, ശുചിത്വം, പ്രാക്ടീസ് ദാറ്റ് മെയിൻറ്റെയിൻ ക്ലീൻനെസ് ആൻഡ് പ്രിവെന്റ് ഇൽനെസ്. ആരോഗ്യ സംരക്ഷണത്തിനായി ശുദ്ധിയുള്ള ജീവിതശൈലി പിന്തുടരുക. ഫിറ്റ്നസ്, സൗഖ്യം, ബീങ് ഫിസിക്കലി സ്ട്രോങ്, ഹെൽത്തി ആൻഡ് ആക്റ്റീവ്. ശാരീരികമായി സജീവവും ശക്തവും ആരോഗ്യവും ഉള്ള ഒരു നിലയാണ് ഫിറ്റ്നസ്. താങ്ക് യു മിസ്. നന്നായിരുന്നു കേട്ടോ. അതിന് ന്യൂസ് റീഡിംഗ് എന്തെങ്കിലും ഉണ്ടോ? സ്പീച്ചോ എന്തെങ്കിലും ഉണ്ടോ? സ്പീച്ച് പറയട്ടെ മിസ്സേ? ഓക്കെ, പറഞ്ഞോളൂ. Dear teacher and my dear friends, yesterday we celebrate Reading Day, a special occasion to honor the power of reading.
Books are our gateway to knowledge, imagination, and creativity. Through reading, we explore new worlds, meet new friends, and learn valuable lessons. Reading is a key that unlocks the door to knowledge and wisdom. Through books, we travel to new lands, meet new people, and discover new ideas. Let us cultivate a love for reading that will stay with us throughout our lives. Reading is a journey, not a destination. Enjoy the ride, because you, books are our best friends, always there to guide us, inspire us, and comfort us. Let us make reading a part of our daily life, a habit that brings us joy and enrichment. Through reading, we can explore the past, understand the present, and shape the future. On this special day, we must remember Dr. P.N. Panikkar. P.N. Panikkar death anniversary, June 19th, is observed as Reading Day in Kerala. The Department of Education in Kerala also observes Reading Week for a week from June 19 to 25. In 2017, Indian Prime Minister Narendra Modi declared June 19 Kerala's Reading Day as National Reading Day in India. And the following month is also observed as National Reading Month in India. This day aims to promote reading habits, literacy, and education, honoring Panikkar's contributions to the library movement and his effort in spreading knowledge and love for reading among people. So, he is often referred to as the father of Kerala's library movement. Panikkar's effort helped establish numerous libraries and reading rooms, fostering a culture of reading and education in the region. On this day, various events and activities are organized to encourage reading and celebrate the joy of books. Reading empowers us, inspires us, and connects us. Let us continue to read, learn, and grow together. Let us make reading a habit, a passion, and a lifelong journey. Let us discover the journey of reading and unlock our full potential. Happy reading day to all. Thank you. പിയു സുരേഷ് ആക്ഷൻ സോങ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. എന്നോട് വിഷമമൊന്നും തോന്നരുത്. ഒരു ക്ലാസ് ഉണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങണം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. Okay, Miss. Thank you. Thank you so much. താങ്ക് യു. Thank you. Thank you, ma'am. താങ്ക് യു.